നമസ്കാരം, നേഷൻ ന്യൂസ് ലൈവിലേക്ക് സ്വാഗതം. മുട്ട പുഴുങ്ങുന്നത് ഇങ്ങനെയാണോ? എങ്കിൽ ഗുണത്തേക്കാളേറെ ദോഷമാകും ഫലം. മലയാളികളുടെ ഭക്ഷണശീലത്തിൽ ഒഴിവാക്കാനാവാത്ത ഒന്നാണ് പുഴുങ്ങിയ മുട്ട. പ്രോട്ടീന്റെ കലവറയായ മുട്ട ആരോഗ്യത്തിന് നൽകുന്ന ഗുണങ്ങൾ ചെറുതല്ല. എന്നാൽ മുട്ട പുഴുങ്ങുന്നതിലും അത് കഴിക്കുന്നതിലും നാം വരുത്തുന്ന ചില അശ്രദ്ധകൾ ഗുണത്തേക്കാളേറെ ദോഷം ചെയ്തേക്കാം. പലപ്പോഴും നാം ശീലിച്ചു പോന്ന പല കാര്യങ്ങളും ശാസ്ത്രീയമായി തെറ്റാണെന്ന് പലരും തിരിച്ചറിയുന്നില്ല. മുട്ടയിലെ പോഷകങ്ങൾ പൂർണ്ണമായും ശരീരത്തിന് ലഭിക്കണമെങ്കിൽ ചില കാര്യങ്ങൾ നിർബന്ധമായും ശ്രദ്ധിക്കേണ്ടതുണ്ട്. അമിതമായി പുഴുങ്ങുന്നത് ഒഴിവാക്കാം. മുട്ട അമിതമായി പുഴുങ്ങുന്നത് സാധാരണയായി പലരും ചെയ്യുന്ന തെറ്റാണ്. മുട്ടയുടെ മഞ്ഞക്കരുവിന് ചുറ്റും പച്ചയോ ചാരനിറമോ കലർന്ന ഒരു പാളി കാണാറില്ലേ? ഇത് മുട്ട അമിതമായി വെന്തതിന്റെ ലക്ഷണമാണ്. ഇങ്ങനെ സംഭവിക്കുമ്പോൾ മുട്ടയിലെ ഇരുമ്പും സൾഫറും തമ്മിൽ പ്രതിപ്രവർത്തിക്കുന്നു. ഇത് മുട്ടയിലെ പ്രോട്ടീന്റെ ഗുണനിലവാരം കുറയ്ക്കാൻ കാരണമാകുന്നു. മിതമായ ചൂടിൽ നിശ്ചിത സമയം മാത്രം മുട്ട പുഴുങ്ങാൻ ശ്രദ്ധിക്കുക. ഏകദേശം 10 മുതൽ 12 മിനിറ്റ് വരെയാണ് ഒരു മുട്ട പൂർണ്ണമായും പുഴുങ്ങാൻ വേണ്ട സമയം. തണുത്ത മുട്ട നേരിട്ട് പുഴുങ്ങരുത്. ഫ്രിഡ്ജിൽ നിന്ന് എടുത്ത ഉടനെ മുട്ട തിളച്ച വെള്ളത്തിലേക്ക് ഇടാറുണ്ടോ? എങ്കിൽ ആ ശീലം മാറ്റിക്കോളൂ. തണുത്ത മുട്ട പെട്ടെന്ന് ചൂടുവെള്ളത്തിൽ ഇടുമ്പോൾ തോട് പൊട്ടിപ്പോകാൻ സാധ്യതയുണ്ട്. കൂടാതെ ഇത് മുട്ടയുടെ ഘടനയെയും ബാധിക്കും. ഫ്രിഡ്ജിൽ നിന്ന് എടുത്ത ശേഷം മുട്ട സാധാരണ താപനിലയിലേക്ക് മാറാൻ അനുവദിക്കുക. അതിനുശേഷം മാത്രം പുഴുങ്ങാൻ വെക്കുക. ഇത് മുട്ടയുടെ സ്വാദ് നിലനിർത്താനും സഹായിക്കും. പുഴുങ്ങിയ ഉടൻ കഴിക്കരുത്. മുട്ട പുഴുങ്ങിയ ഉടനെ തന്നെ കഴിക്കുന്നത് അത്ര നല്ലതല്ല. പുഴുങ്ങിയ ശേഷം മുട്ട അല്പനേരം തണുത്ത വെള്ളത്തിൽ ഇട്ടുവെക്കണം. ഇത് മുട്ടത്തോട് എളുപ്പത്തിൽ കളയാൻ സഹായിക്കുമെന്ന് മാത്രമല്ല മുട്ടയുടെ ഉള്ളിലെ ചൂട് ക്രമീകരിക്കാനും സഹായിക്കും. ചൂടോടെ കഴിക്കുമ്പോൾ ചിലരിൽ ഗ്യാസ് സംബന്ധമായ പ്രശ്നങ്ങൾ ഉണ്ടാകാൻ സാധ്യതയുണ്ട്. പഴയ മുട്ട തിരിച്ചറിയാം. മുട്ടയുടെ ഗുണമേന്മ പരിശോധിക്കേണ്ടത് അത്യാവശ്യവുമാണ്. പഴയ മുട്ടകൾ പുഴുങ്ങി കഴിക്കുന്നത് വയറിന് അസ്വസ്ഥതയുണ്ടാക്കും. ഒരു പാത്രം വെള്ളത്തിൽ മുട്ട ഇട്ടു നോക്കൂ. മുട്ട താഴ്ന്നു കിടക്കുകയാണെങ്കിൽ അത് ഫ്രഷ് ആണ്. എന്നാൽ വെള്ളത്തിന് മുകളിൽ പൊങ്ങിക്കിടക്കുകയാണെങ്കിൽ അത് കേടായ മുട്ടയാണെന്ന് മനസ്സിലാക്കാം. ഇത്തരം മുട്ടകൾ ഉപയോഗിക്കുന്നത് ഒഴിവാക്കുക. മഞ്ഞക്കരു ഉപേക്ഷിക്കണോ? കൊളസ്ട്രോൾ ഭയന്ന പലരും മുട്ടയുടെ മഞ്ഞക്കരു ഒഴിവാക്കാറുണ്ട്. എന്നാൽ ഹൃദ്രോഗം പോലുള്ള ഗുരുതര പ്രശ്നങ്ങൾ ഇല്ലാത്തവർക്ക് മഞ്ഞക്കരു കഴിക്കുന്നത് ഗുണകരമാണ്. വിറ്റാമിൻ എ, ഡി, ഇ എന്നിവയും ആരോഗ്യകരമായ കൊഴുപ്പും മഞ്ഞക്കരുവിലാണ് അടങ്ങിയിരിക്കുന്നത്. ഡോക്ടറുടെ നിർദ്ദേശമുണ്ടെങ്കിൽ മാത്രം മഞ്ഞക്കരു ഒഴിവാക്കുക. പ്രോട്ടീൻ മാത്രം മതി എന്നുള്ളവർക്ക് വെള്ളം മാത്രം കഴിക്കാവുന്നതാണ്. സൂക്ഷിച്ചു വെക്കുമ്പോൾ ശ്രദ്ധിക്കാൻ. പുഴുങ്ങിയ മുട്ട അധിക നേരം പുറത്തു വെക്കരുത്. തോട് കളഞ്ഞ മുട്ടയാണെങ്കിൽ ഉടൻ തന്നെ കഴിക്കുന്നതാണ് ഉചിതം. തോടോടുകൂടിയാണെങ്കിൽ ഫ്രിഡ്ജിൽ കുറച്ചു ദിവസം സൂക്ഷിക്കാം. എന്നാൽ 2 ആഴ്ച കൂടുതൽ പഴക്കമുള്ള പുഴുങ്ങിയ മുട്ടകൾ ഉപയോഗിക്കരുത്. മുട്ട കഴിക്കുന്നതിനൊപ്പം ധാരാളം വെള്ളം കുടിക്കാനും ശ്രദ്ധിക്കണം. നമ്മുടെ ഭക്ഷണശീലങ്ങളിൽ ചെറിയ മാറ്റങ്ങൾ വലിയ ആരോഗ്യ ഗുണങ്ങൾ നൽകും. മുട്ടയുടെ പോഷകങ്ങൾ പൂർണ്ണമായും ആഗിരണം ചെയ്യാൻ ശരിയായ രീതിയിലുള്ള പാചകം ശീലമാക്കുക. വീഡിയോ ഇഷ്ടമായെങ്കിൽ വീഡിയോ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. അടുത്തൊരു വീഡിയോയുമായി നമുക്ക് വീണ്ടും കാണാം. നന്ദി, നമസ്കാരം. നാഷൻ ന്യൂസ് ലൈവ്, സത്യം, ചരിത്രം, വർത്തമാനം.